ഒന്നര പതിറ്റാണ്ട് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ആയത്തുള്ള അലി ഖമനേയി അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ വിപ്ലവാനന്തര ഇറാനെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവിനെയാണ് ഇറാന് നഷ്ടമാകുന്നത്. 86-ാം വയസ്സിൽ കൊല്ലപ്പെടും വരെ ഷിയ ഇസ്ലാമിക ദേശീയത ഉയർത്തിപ്പിടിച്ച അട്ടിമറി ശ്രമങ്ങളെ മുഴുവൻ അതിജീവിച്ച് ഇറാനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്. പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരം കൈയാളി രാഷ്ട്രത്തലവൻ കൂടിയാണ് ഖമനേയി. ഞങ്ങൾക്ക് മികച്ച നായകനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. മനുഷ്യരാശിയുടെ ഏറ്റവും ക്രൂരരായ ഭീകരരുടെയും കൊലയാളികളുടെയും കൈകളാൽ ഖമനേയി വരിച്ച രക്തസാക്ഷിത്വം അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയുടെയും ആത്മാർത്ഥമായ സേവനങ്ങൾ അംഗീകരിക്കപ്പെട്ടതിന്റെയും അടയാളമാണ്. ഇറാനിയൻ ജനതയുടെ പ്രതികാരത്തിന്റെ കൈകൾ അവരെ വെറുതെ വിടില്ല. ഖമനേയിയുടെ കൊലപാതക വാർത്ത പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ വിപ്ലവ സേനയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഭൂരിഭാഗം ഇറാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ആയത്തുള്ള അലി ഖമനേയി ഒരു മികച്ച നേതാവായിരുന്നു. ഇറാന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പാശ്ചാത്യ വിരുദ്ധതയോട് ഇത്രമേൽ കൂറു പുലർത്തിയ, അതിനെ പ്രതിരോധിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു നേതാവ്. ഷിയ മുസ്ലിം ധാരയിൽ ഏറെ പ്രാധാന്യമുള്ള ഇമാം റാസ ദേവാലയമടക്കം സ്ഥിതി ചെയ്യുന്ന മഷാദിലെ പൗരോഹിത്യ കുടുംബത്തിലാണ് ഖമനേയിയുടെ ജനനം. ഖുമിലെ സെമിനാരിയിൽ മതപഠനം പൂർത്തിയാക്കി. ഷാ ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിനെതിരായ പോരാട്ടത്തിൽ അണിനിരന്ന് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി. ജനകീയ പ്രക്ഷോഭങ്ങളെ നയിച്ച് ഇറാനിലെങ്ങും പേരെടുത്തു. ജനകീയ നേതാവായി ഉയർന്നു. 1960കളിലും 1970കളിലും രസ പഹ്ലവിയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള രഹസ്യ നീക്കങ്ങളുടെ ഭാഗമായി പ്രവർത്തനം. നിരവധി തവണ അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയാവുകയും ചെയ്തു. ഷായ്ക്കെതിരായ ഇസ്ലാമിക വിപ്ലവത്തിൽ ആയത്തുള്ള റൂഹുല്ല ഖുമൈനിക്കൊപ്പം നേതൃത്വം നൽകി. 1979ലെ ഇറാൻ ഇസ്ലാമിക് വിപ്ലവത്തെ തുടർന്ന് രൂപപ്പെട്ട റവല്യൂഷണറി കൗൺസിലിൽ പ്രധാന പങ്ക് വഹിച്ചു. വിപ്ലവാനന്തര ഇറാനിലെ നിയമരൂപീകരണത്തിൽ ആയത്തുള്ള അലി ഖമനേയിയുടെ പങ്ക് വളരെ വലുതാണ്. ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് നിയമിക്കപ്പെട്ടതിനൊപ്പം തെഹ്റാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും നിയോഗിക്കപ്പെട്ടു. ഇതിനിടയിൽ നിരവധി തവണ വധശ്രമത്തിന് വിധേയനായി. 1981ൽ ഇറാന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് പള്ളിയിൽ നടത്തിയ വധശ്രമത്തെ അതിജീവിച്ചു. പ്രസംഗത്തിനിടെ ടേപ്പ് റെക്കോർഡറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പരിക്കേറ്റു. വലതുകൈ തളർന്നു. ഇറാനിലെ പൗരോഹിത്യ വിരുദ്ധ ഗ്രൂപ്പായ ഫോർഖാൻ ഗ്രൂപ്പായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. 1981 ഓഗസ്റ്റിൽ വിമത സായുധ ഗ്രൂപ്പ് നടത്തിയ ആക്രമണത്തിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും കൊല്ലപ്പെട്ടതോടെ ഇറാന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് 97% വോട്ടുകൾ നേടിയാണ് ഖമനേയി പ്രസിഡന്റ് പദവിയിലേക്ക് നടന്നു കയറുന്നത്. അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ നേരിട്ട കാലം. 1989 ജൂൺ 3 പരമോന്നത നേതാവ് ആയത്തുള്ള റുഹുല്ല ഖുമൈനിയുടെ മരണത്തോടെ വിദഗ്ധ അസംബ്ലി ചേർന്ന് ആയത്തുള്ള അലി ഖമനേയിയെ ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തു. അമേരിക്കയെ നേരിടാൻ റഷ്യയും ചൈനയുമായി ബന്ധം ഊഷ്മളമാക്കുന്നതിലും ആധുനിക ഇറാനെ കെട്ടിപ്പടുക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തി. അമേരിക്കൻ ഭീഷണിയെ നേരിടാൻ ആണവായുധം നിർമ്മിക്കണമെന്ന ആവശ്യത്തോട് ഒരിക്കൽ പോലും ഖമനേയി അനുകൂല തീരുമാനമെടുത്തില്ല. ഊർജ്ജ താൽപര്യം മുൻനിർത്തി യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകിയെങ്കിലും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് മതവിരുദ്ധമാണെന്ന വിധി പുറപ്പെടുവിച്ചു. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് പരമോന്നത നേതാവാണ്. സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് പദവി, രഹസ്യാന്വേഷണ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണങ്ങൾ, ജുഡീഷ്യൽ സംവിധാനം, ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങൾ എന്നിവയെല്ലാം പരമോന്നത നേതാവിന് കീഴിലാണ്. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള പാശ്ചാത്യ ശക്തികളുടെ നീക്കങ്ങളെ അടക്കം ഫലപ്രദമായി ചെറുത്തു തോൽപ്പിച്ച ഭരണാധികാരി എന്ന നിലയിലാണ് ഇറാൻ ജനത ഖമനേയിയെ അടയാളപ്പെടുത്തുന്നത്. അതേസമയം ഇറാനിൽ ഉയർന്നു വന്ന ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുകയും പ്രക്ഷോഭകാരികളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഭരണാധികാരി എന്ന വിമർശനത്തിനും വിധേയനാണ് ഖമനേയി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.